ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു അജീബ റഹിമഹുല്ല അയാളെ പ്രസിദ്ധമായ തഫ്സീറാണ് അൽ ബഹ്റുൽ മദീദ് ഫി തഫ്സീറിൽ ഖുർആനിൽ മജീദ്. അതിൽ ഒന്നാമത്തെ ജുസു സൂറത്തുൽ ബഖറത്തെ ആയത്തുൽ കുർസി വിശദീകരിക്കലോടെ പ്രധാനപ്പെട്ടൊരു സംഭവം ചൊല്ലു, ഒരു ഹദീസ് ചൊല്ലു, ഒരു ദിക്ർ നമുക്ക് പഠിപ്പാട്ടിത്തണ്ട്. അഥവാ ആയത്തുൽ കുർസിയുടെ ಬಗ್ಗೆ നമുക്കൊന്നുണ്ട്, അത് ഖുർആൻ്റെ ആയത്തുകളെ നേതാവാണ്. അപ്പോൾ ആ നേതാവും ചൊന്ന് പഠിപ്പാട്ടിങ്കെത്ത് പിന്നെ ആയത്തുൽ കുർസി ಅದರ വിശദീകരണത്തിലാണ് പഠിപ്പാട്ടി തന്നുകൊണ്ടുള്ള അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം. അള്ളാഹുടെ ಬಗ್ಗೆ പരിചയപ്പെടുത്തൽ അവൻ ഹയാത്തുള്ളവനാണ്. അൽ ഖയ്യൂം ചൊന്നെങ്കിൽ എല്ലാം നിയന്ത്രിക്കണമെങ്കെത്ത ആളാണ്, നിലനിർത്തി പോണ്ടെങ്കെത്ത ആളാണ്. ആയത്തുൽ കുർസിയുടെ മഹത്വം നമുക്ക് ധാരാളം ഗൊന്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്നത് ഒരു ഔത്തുൽ അത് ഓതിത്തുണ്ടായെങ്കിൽ 30 നാൾ അവിടേക്ക് ഷൈത്താൻ വരലെ. ഒരു സാഹിറും സിഹറാക്കടെങ്കെത്താൾ സിഹറാക്കടെ പെണ്ണ് 40 നാൾ അവിടേക്ക് കടക്കാലാണ്ടാണ്. അലി റളിയല്ലാഹു വിളിച്ചിട്ട് ചൊല്ലു, അല്ലിംഹാ വലദക്ക വ അഹ്ലക്ക വജീറാനക്, നിങ്ങളെ കുടുംബത്തും മക്കകും നിങ്ങളെ അയൽവാസികങ്ങും അത് പഠിപ്പാട്ടರು. അതിരാട്ടി മഹത്വമുള്ളെങ്കെത്ത ഒരു ആയത്ത് ഇറങ്ങിയിട്ടേ ഇല്ല. ഇക്കട്ട് വിശാലമായ വിഷയമാണ്. ഈ ആയത്തുൽ കുർസിയുടെ വിശദീകരിക്കുമ്പോൾ ഇബ്നു അജീബ് റഹിമഹുല്ല വഖദ വറദ അന്ന ഹുസ്മുല്ലാഹിൽ ആദം ആയത്തുൽ കുർസിയുടെ ഉള്ളെങ്കെത്ത കയ്യൂം ചൊല്ലെങ്കെത്ത പേർ കയ്യൂം നിയന്ത്രിക്കിടവണു. അത് ഇസ്മുൽ ആദം ചൊന്നിട്ട് ഹദീസിൽ വന്നത്. ഇസ്മുൽ ആദം ചൊന്നെങ്കിൽ അള്ളാഹുടെ 99 പേരിൽ മഹത്വമുള്ള പേര്. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് ചൊന്ന് ദ്വാരനെങ്കിൽ ഉത്തരം കിട്ടും. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊന്നൊരു ഹദീസുണ്ട്. അഥവാ ഞങ്ങളെ എല്ലാ സംകഷ്ടത്തിന് സമസ്യക്ക് പരിഹാരമായെങ്കെത്തൊരു ഹദീസാണ് ചൊന്നുകൊണ്ടുള്ളത്. ലോകത്ത് മനുഷ്യന്മാരെ സമസ്യ ഞങ്ങളെ സമസ്യയുടെ ആൾമാരൊട്ടിಗೆ ചൊല്ലവ് തീരാണ്ട. ജലാലുദ്ദീൻ റൂമി ചൊന്നെങ്കെത്തൊരു പലക്കുണ്ട്. ആൾമാരെ മുന്നിൽ നല്ല ഇസ്സത്തിൽ വേണം. സമസ്യയുടെ എല്ലാം ആറുമില്ലാത്തവിടെ പോയിട്ട് അള്ളാഹുടൊട്ടിಗೆ ചൊല്ലണുണ്ട. അതുകൊണ്ട് ആൾമാരൊട്ടിಗೆ പാടിയൊണ്ടിക്കോ തീറ. മനുഷ്യരുടെ ഏറ്റവും വലിയ മുസീബത്ത് എന്തെങ്കിലും ചൊന്നെങ്കിൽ ಅವನು ನೇಮತ್ತರവിടെ ആജിമുണ്ടാണ്, ഭയപണ്ടില്ല. നക്കെന്തൊരു നിയമത്ത് കിട്ടിയിരുന്നു ചൊല്ലുമ്പോൾ അവനക്ക് എണ്ണു തരില്ല, നക്കെന്നും നിയമത്തില്ലാത്ത പോലെയാണ്. അതേ സമയത്ത് ശക്വത്തവിടെ ശിക്കായത്തരവിടെ ಅವನು ഫുസഹാവ് എത്ര വേണമെങ്കിൽ നാവ് നീട്ടിട്ട് ഉണ്ടോകൗಡು. നക്ക് ആ സീക്കുണ്ട്, നക്ക് ഈ കേസുണ്ട്, നക്ക് ആ ബുദ്ധിമുട്ടുണ്ട്, ഇങ്ങനെ ചൊന്നുകൊണ്ടിരിക്കട. അതല്ല, എല്ലാ സമസ്യ ചൊല്ലണായത് പടച്ചോണ്ടൊട്ടികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹാടൊട്ടിಗೆ ചൊന്തു മാ മനഅകി അൻ തസ്മഈ മാ ഉസീകി ബിഹി, നിൻ്റൊട്ടിಗೆ വസിയത്താക്കടത് നീ കേക്കടದರ തൊട്ട് നീക്ക് എന്താണ് തടസ്സമുള്ളേ? തഖൂലീൻ, നീ ചെല്ലണു, ഇദാ അസ്ബഹ്തി വ ഇദാ അംസൈതി യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ലഹ് വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിരിസപ്പെട്ട മോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹാടെ വിളിച്ചിട്ട് ചൊല്ല്, സുബഹിയായെങ്കും അസറായെങ്കും നീ ഈ ഒരു ദിക്ർ ചൊല്ലണു, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ലഹ് വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. 4 പീസാണ് അതിലുള്ള. യാ ഹയ്യു യാ ഖയ്യൂം, ഹയാത്തുള്ളെങ്കെത്ത റബ്ബേ, നിയന്ത്രിക്കടെങ്കെത്ത റബ്ബേ. ബിറഹ്മതിക അസ്തഗീസ്, നിൻ്റെ റഹ്മത്ത് കൊണ്ട് ഞാൻ സഹായം കേട്ടോണ്ടുള്ളേ. അസ്ലിഹ് ലി ശഅനി കുല്ലഹ്, എൻ്റെ എല്ലാ കാര്യത്തെ നീ നന്നാക്കണു. എൻ്റെ കടം തീറ കൊണ്ടു, മോൾക്കും മങ്ങിലാവ് കൊണ്ടു, അവാവ് കൊണ്ട്, അങ്ങനെ തുടങ്ങി 100 വിഷയങ്ങൾ. കച്ചവടത്തിൽ ലാഭം കിട്ടണു, അങ്ങനെ എല്ലാം നല്ലത് നീ സമാക്കണു. നല്ലതെന്തേ നിക്ക് മാത്രമാണ് കൊന്തു. വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ, എൻ്റെ വിഷയത്തെ എൻ്റെ നഫ്സുക്ക് നീ ഒരു തെല്ല് പോലും ഏൽപ്പിക്കോ തീറ. അഥവാ ദുനിയാവിലൊന്നും നൻ്റെ കൊണ്ടാക്കി തീർക്കോ സാധ്യയില്ല റബ്ബെ, എല്ലാം നിൻ്റെ മേലിൽ ഞാൻ ഏൽപ്പിക്കല. അപ്പോൾ ഈ ചെറിയ ദിക്ർ സുബൈക്കും അസർക്കും ധാരാളം ചൊല്ല. എത്ര വട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊന്നിട്ടില്ല. എല്ലാ സമസ്യകളുടെ പരിഹാരമാണ്. സമസ്യ ചൊല്ലണായത് റബ്ബുടൊട്ടികയാണ്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ലഹ് വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. ഇത് ദായിമാക്കൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.